സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജൂൺ മാസം 2-ാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ആ തുറന്ന് പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങൾ ഒരുക്കാം, നമുക്ക് പഠിക്കാം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സന്നദ്ധ സേനയും പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് തയ്യാറായി. കേരളത്തിൽ 1970 SFI രൂപീകരിച്ച നാൾ മുതൽ SFIക്കെതിരെ ഒരു കൂട്ടർ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാമൂഹ്യക്ഷേമ രംഗത്ത് പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. പാവപ്പെട്ടവർക്ക് ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാൽ, അതുപോലെ സാധാരണക്കാരായ കുട്ടികളെ പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാൽ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ SFIയെ വളഞ്ഞിട്ട് അടിക്കുകയാണ്. പട്ടിയെന്ന് മാത്രമല്ല വിളിക്കുന്ന, പേപ്പട്ടിയെന്ന് വിളിച്ചുകൊണ്ട് വളഞ്ഞിട്ട് SFIയെ ആക്രമിക്കുകയാണ്. ഓരോ ആക്രമണം ഉണ്ടാകുന്ന അവസരത്തിലും SFI ഒന്നുകൂടി കുതിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്യാമ്പസിലും SFI ഉണ്ട്. ഞാൻ പൂർവ്വകാല കാര്യമൊന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന അവസരത്തിൽ എത്രയോ പ്രാവശ്യം ഈ സ്കൂളിൽ വരാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അന്നുണ്ടായിരുന്ന കുട്ടികൾ ഇവിടെ കുറവാണ്. അന്ന് ഇവിടെ ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പേട്ട ജംഗ്ഷനിലും ഇതിന് ചുറ്റുപാടുമൊക്കെ തന്നെ പൂർണ്ണമായി കുട്ടികളെ കൊണ്ട് നിറയുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ +5 മുതൽ +1 +2 വരെയുള്ള ക്ലാസ്സുകളാണുള്ളത്. ജൂൺ മാസം 2-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്കൂൾ പ്രവേശനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അന്നു മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയൻ സംഘടനകളും വിഭജന സംഘടനകളും വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ SFI DYFI മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതാണ്. അവരെല്ലാം ഈ ക്യാമ്പസുകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൂടുന്നതിൻ്റെ തിരക്കിലാണ്. ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അക്കാഡമിക് മുന്നേറ്റത്തിനുള്ള ഒരു വർഷമായി ഈ വർഷം കാണണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് നിലവാരം പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു അക്കാഡമിക് കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഈ വർഷം ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ 2 ആഴ്ചക്കാലം പാഠപുസ്തകങ്ങൾ ഗൗരവമായി എടുത്ത് പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ റിവിഷൻ നടത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയൊരു അധ്യയന രീതിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ പല നിലയിലുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ തന്നെ പ്രവേശനത്തിന് വേണ്ടി എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്കൂളുകളുണ്ട്. ഒരു കാരണവശാലും നടത്താൻ വേണ്ടി പാടില്ല. എന്ന് മാത്രമല്ല 1-ാം ക്ലാസ്സിൽ പരീക്ഷ തന്നെ വേണ്ടെന്ന് ഉള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കാരണം ഒരു പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം 1-ാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. കുട്ടികളുടെ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭാവിയിൽ തന്നെ എങ്ങനെയാക്കണമെന്ന് തീരുമാനിക്കുന്ന ക്ലാസ്സുകളാണ് 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സും അതുപോലുള്ള ചെറിയ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ. ആ ക്ലാസ്സുകളിൽ കുട്ടികളെ പാഠപുസ്തകം ഇങ്ങനെ പഠിപ്പിച്ച് പരീക്ഷ എഴുതി കുട്ടികൾ ഒരു മാനസിക സംഘർഷത്തിലേക്ക് പോകുന്ന ഞങ്ങൾ ആലോചിക്കുന്നില്ല. സംഘർഷമില്ലാത്ത ഒരു കലാലയ ജീവിതമാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുന്നത്.